ഉച്ചീട്ടണത്തിനുള്ളിലെ അമ്പരപ്പിക്കുന്നതും അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ കാഴ്ചകൾ കണ്ട് യാത്രാസംഘത്തിലെ ഓരോരുത്തരും പരവശരായി അങ്ങനെ മറ്റ് കാഴ്ചകളിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അമേരിക്കൻ സൈനികർ വിയറ്റ്നാമീസിന് എതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടാങ്ക് കൺമുൻപിൽപ്പെടുന്നത്. M48 സീരീസിലെ ഒരു ടാങ്കാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ ടാങ്കും കണ്ടതിന് ശേഷം നാം മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനേക്കാളും അതിശയിപ്പിക്കുന്നതും ഭയാനകവും ആയ ഒരു കാഴ്ചയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. വിയറ്റ്നാമീസ് ഒളിപ്പോരാളികൾ അമേരിക്കൻ സൈനികർക്കെതിരെ എങ്ങനെയാണ് ഒളിയമ്പുകൾ തയ്യാറാക്കിയതും എന്നും എങ്ങനെയാണ് ഒളിവിലിരുന്ന് അവരെ നേരിട്ടതെന്നും ഏതെല്ലാം തരത്തിലെ ആയുധങ്ങളും കെണികളും ഒക്കെയാണ് അമേരിക്കൻ സൈനികർക്കെതിരെ അവർ ഉപയോഗിച്ചിരുന്നത് എന്നും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നിലനിരപ്പിൽ നിന്നും താഴെയായി കുഴിയുണ്ടാക്കി ആ കുഴിയുടെ മുകൾ വശം ഇലകൾ കൊണ്ടോ മറ്റും മൂടിയതിന് ശേഷം അതിനുള്ളിൽ അതിഭയാനകമായ കെണികളൊരുക്കുന്ന ഒരു രീതിയാണ് വിയറ്റ്നാമീസ് ഒളിപ്പോരാളികൾ അമേരിക്കൻ സൈനികർക്കെതിരായി ഉപയോഗിച്ചിരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഓരോ കുഴികളും നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുന്നത്. വിയറ്റ്നാം സൈനികർക്കെതിരെ മുന്നേറുന്ന അമേരിക്കൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കാത്ത കെണികളായിരിക്കും അവർ ചെന്ന് bomb. They collect explosive inside. They know they could die anytime. But they want to sacrifice for our country. Yes. And they pour the water during the process. They cut the bomb because it's very hot. They pour the water to cool it down. And this one, landmine. You see on the tank over there, the tank, the label, American tank were destroyed by the landmine, right? The landmine. This one, the landmine. Make recycle from. അടക്കം പൊട്ടി നോക്കുമ്പോ നമുക്ക് നാട്ടിലത്തെ പോലെ Ladies and gentlemen, the next stop we will visit shooting range in Vietnam. According to our law, only Củ Chi you can try real gun, but you have to wait for the bullets and you have to enough 18 years old. You are adult person. Yeah, you can try real guns. You have to buy for bullets. Minimum 10 bullets for one person. 6 lakh Vietnam dong. 303 or 0.22? How much capacity? 10 for one person. Minimum. And you buy in US dollar around 23 US dollar. Or Vietnam 6 lakh 1,000 Vietnam dong. Yes, who want to try? Let me know. Spend time for you. No one, right? ഈ വെട്ടി വെച്ചില്ലാതൊരു So you need to spend time for you. Sit down and relax or go continue to go down the tunnel. മുരളി, നാട്ടിൽ വെടി പറയുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും വെടി വെക്കാൻ. You want
down the tunnel or spend time for you a little bit for you take a rest? Huh? അങ്ങനെ നമ്മുടെ ടൂർ ഗൈഡ് ബാവു തുടർന്നുള്ള കാഴ്ചകളിലേക്ക് നമ്മെ ആനയിക്കുകയാണ്. കാരണം ഇനിയുമുണ്ട് ഏറെ കാഴ്ചകൾ കാണാൻ. യാത്രാസംഘത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും സീനിയർ സിറ്റിസൺസ് ആയതുകൊണ്ടും കഴിഞ്ഞ രാത്രിയിലെ യാത്രയ്ക്ക് ശേഷം ഹോച്ചിമിൻ സിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ടും അല്പമൊക്കെ ക്ഷീണിതരാണ്. എന്നാലും ഈ കൊച്ചി ടണലിലെ അത്ഭുതകരമായ കാഴ്ചകൾ കാണാൻ എല്ലാവരും ഉത്സുകരാണ് താനും. അങ്ങനെ ടൂർ ഗൈഡിനൊപ്പം നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അമേരിക്കൻ സൈനികർ ഉപയോഗിച്ചിരുന്ന വിവിധ ഇനം യുദ്ധോപകരണങ്ങളാണ് ഇവിടെ കാഴ്ചക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ടാങ്കുകളും റൈഫിളുകളും അതുപോലെ തന്നെ മറ്റ് യുദ്ധോപകരണങ്ങളും ഇവിടെ നന്നായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. യാത്രികർക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും കാണാനും അന്ന് ഉണ്ടായിരുന്ന ഉപയോഗിച്ചിരുന്ന യുദ്ധോപകരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയാനുമൊക്കെയുള്ള ഒരവസരം കൂടിയാണ്. ഇങ്ങനെ നാം ഈ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് റൈഫിളിൻ്റെ വെടിയൊച്ചയാണ് നമ്മുടെ കാതിലേക്ക് മുഴങ്ങി കേൾക്കുക. എന്തെന്ന് ആരാഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അമേരിക്കൻ സോൾജേഴ്സ് ഉപയോഗിച്ചിരുന്ന അന്നത്തെ AK-47 പോലെയുള്ള മാരക ആയുധങ്ങൾ ഇന്ന് പ്രദർശനത്തിനും അതുപോലെ തന്നെ യാത്രികർക്ക് അവയെ ഉപയോഗിച്ച് അതിൽ നിന്നുള്ള തനതായ അനുഭവം സ്വന്തമാക്കാനുള്ള ഒരു വേദിയും ഇവിടെ അധികാരികൾ ഒരുക്കിയിട്ടുണ്ട് എന്നറിഞ്ഞത്. അവിടെ ഒരു നിശ്ചിത തുക അടച്ചാൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് റൈഫിൾസും മറ്റ് റൈഫിൾസും ഉപയോഗിച്ച് വെടിവെക്കാനും ഉള്ള ഒരു അവസരം ഇവിടെ യാത്രികർക്കായി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഷോപ്പുകളും ഒക്കെ സന്ദർശിച്ച് കുടിവെള്ളവും മറ്റ് ശീതള പാനീയങ്ങളും ഒക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം യാത്രാസംഘത്തിലെ അംഗങ്ങൾക്കൊപ്പം ഞാനും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രമാണ് അവിടെ ഉള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നതും. അങ്ങനെ നമ്മുടെ ടൂർ ഗൈഡിനൊപ്പം നാം മുന്നോട്ട് നടക്കുമ്പോൾ ടൂർ ഗൈഡ് വളരെ രസകരമായ മറ്റൊരു കാഴ്ചയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ആൾക്കാർ ഉണ്ടാക്കിയിരുന്നതും ഉപയോഗിച്ചിരുന്നതുമായ ചെരുപ്പുകളാണ്. ഉപയോഗിച്ച് പഴക്കം വന്ന വാഹനങ്ങളുടെ ടയറുകൾ കൊണ്ടാണ് അന്നത്തെ ആൾക്കാർ ചെരുപ്പുകൾ ഉണ്ടാക്കിയിരുന്നത്. ഉപേക്ഷിച്ച ടയറുകൾ കൊണ്ടുവന്ന് ആ ടയറുകളെ ഭംഗിയായി ചെത്തിയെടുത്തതിന് ശേഷം പല ഡിസൈനിലുള്ള പല അളവിലുള്ള ചെരുപ്പുകൾ ഉണ്ടാക്കിയിരുന്നു. അന്നത്തെ ആൾക്കാർക്കും യോധന്മാർക്കും ഭടന്മാർക്കും ഒക്കെ ഉപയോഗിക്കാനായി. എല്ലാവർക്കും ആശ്ചര്യമാണ് ടയറെന്ന് കേൾക്കുമ്പോൾ. കാരണം വളരെ കഠിനമായ ടയറാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. എന്നാൽ നമ്മുടെ ടൂർ ഗൈഡ് ബാവു വളരെ വിസ്തൃതമായി തന്നെ ഈ ചെരുപ്പ് ഉണ്ടാക്കുന്ന രീതിയും ഈ ചെരുപ്പ് ഉണ്ടാക്കുന്ന ഡിസൈനുകളും ഈ ചെരുപ്പ് കൊണ്ട് ഉള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഈ ചെരുപ്പ് ഉപയോഗിക്കേണ്ട വിധവും ഒക്കെ വളരെ രസകരമായി ഈ യാത്രാസംഘത്തിലെ ഓരോ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അത് കയ്യിലിട്ടും കാലിലിട്ടും എങ്ങനെയാണ് നടക്കേണ്ടതെന്നും അത് ഉപയോഗിക്കുമ്പോൾ എത്ര സ്മൂത്താണെന്നും കാലിന് ഇണങ്ങുന്ന വിധം എത്ര നന്നായിട്ടാണ് ആ ചെരുപ്പ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നും ഒക്കെ നടന്ന് ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ തന്നെ ഈ യാത്രാസംഘത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ പൊതുവെ വാചാലയായ നമ്മുടെ ടൂർ ഗൈഡ്
യാത്രാ സംഘത്തിലെ എല്ലാ ആൾക്കാരെയും തൻ്റെ പോക്കറ്റിലാക്കുകയും എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തു എന്നതാണ് വളരെ രസകരമായ ഒരു കാഴ്ച. പ്രായത്തിൽ വളരെ ചെറുപ്പമാണെങ്കിലും വളരെ നന്നായി തൻ്റെ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്നതും അതുപോലെ തന്നെ യാത്രാ സംഘത്തിലെ ഓരോരുത്തരെയും പ്രത്യേകം പരിഗണിച്ച് പ്രത്യേകം സ്നേഹിച്ച് ഓരോരുത്തരുടെയും പ്രത്യേക ആവശ്യങ്ങൾ മനസ്സിലാക്കി എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ രസകരമായിട്ടാണ് ഈ നമ്മുടെ യാത്ര ആ ടൂർ ഗൈഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ടൂർ ഗൈഡിൻ്റെ വാചാലമായ എക്സ്പ്ലനേഷനും വിവരണങ്ങളും ഒക്കെ കേട്ട് നാം മറ്റ് കാഴ്ചകളിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ നാം ഇനി എത്തിച്ചേരേണ്ടത് ഇവിടെ എത്തുന്ന യാത്രികർക്കായി ഒരുക്കിയിരിക്കുന്ന മറ്റ് അത്ഭുതങ്ങളിലേക്കാണ്. ഇപ്പോൾ യാത്രാ സംഘത്തിലെ അംഗങ്ങൾ കാണുന്നതും കുറേ അംഗങ്ങളൊക്കെ അകത്തേക്ക് ഈ യാത്രാ സംഘത്തെ നയിക്കുന്ന ടൂർ ഗൈഡിനൊപ്പം അകത്തേക്ക് കയറുന്നതുമായ ഈ ദൃശ്യം മറ്റൊരു വിസ്മയമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കാൻ പോകുന്നത്. അക്കാലത്ത് ഇത് ഒരു പണിപ്പുരയായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് അത് ടൂർ ഗൈഡുകളുടെ ആകർഷണത്തിനായി അതിനെ വളരെ മനോഹരമായി ഓല കൊണ്ട് കെട്ടി ഒരുക്കി സജ്ജീകരിച്ചിരിക്കുന്നു. ഈ നിർമ്മിതിക്കുള്ളിലേക്ക് ഈ മറ്റ് യാത്രാ സംഘത്തിലെ അംഗങ്ങൾക്കൊപ്പം നാം ഇറങ്ങുമ്പോൾ നമുക്കവിടെ വളരെ കൗതുകകരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. കാരണം അക്കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വിവിധ തരം ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പണിശാലയായിരുന്നു ഇത്. ബോംബുകളും മറ്റ് അനേകം ആയുധങ്ങളും ഇവിടെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ അവിടെയുള്ള കാഴ്ചകൾ ഒക്കെ കണ്ട് അവിടെ നിന്നും മുന്നോട്ട് നീങ്ങി കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റനവധി അത്ഭുതകരമായ കാഴ്ചകളാണ് ഈ കുച്ചിമിൻ ടണൽ ഒരുക്കുന്നത്. ഓരോ കാഴ്ചകളും മറ്റൊന്നിനേക്കാൾ മെച്ചമെന്ന് പറയാതെ നിവൃത്തിയില്ല. ഇപ്പോൾ നാം കാണുന്ന ഈ കാഴ്ച അന്നത്തെ കാലത്തെ ഒളിപ്പോരാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു ഊട്ടുപുരയും അതിനോട് ചേർന്നുള്ള ഒരു പാചകപ്പുരയുമാണ്. കാരണം ദിവസത്തിൽ ഒരു നേരം മാത്രമേ അവർ ഭക്ഷണം ചെയ്തിരുന്നുള്ളൂ. ഇങ്ങനെ നാം നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒളിപ്പോരാളികളുടെ 2 സ്റ്റാച്യുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലൈവ് സ്റ്റാച്യു എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം അന്നത്തെ ഒളിപ്പോരാളികളുടെ ഡ്രസ് കോഡും അവരുടെ യൂണിഫോമും ഒക്കെ വളരെ ലൈവായി തന്നെ പ്രദർശിപ്പിക്കുന്ന 2 സ്റ്റാച്യുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ അവിടെ നിന്നും നാം മുന്നോട്ട് നീങ്ങി ഇപ്പോൾ വൈകുന്നേരത്തെ ചായയ്ക്കും ചെറുകടിക്കുമായി നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയ സ്റ്റോളിലേക്ക് ഈ കുച്ചിമിൻ ടണൽ ഉള്ളിലെ തന്നെ ഒരു ചെറിയ സ്റ്റോളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമുക്ക് വിളമ്പിയ പലഹാരം എന്നത് കപ്പ ചെണ്ടൻ വേവിച്ചത് ആണ്. നമ്മുടെ നാട്ടിൽ കപ്പയെന്നും പൂള എന്നും പൂളക്കിഴങ്ങെന്നും ഒക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭവം. നമുക്ക് തിന്നാൻ അല്പം മടിയാണെങ്കിലും യാത്രാ സംഘത്തിലെ മിക്ക യാത്രികരും വളരെ സന്തോഷത്തോടെ ഇത് ആസ്വദിക്കുകയുണ്ടായി. അതിനൊപ്പം വിളമ്പിയ കറിയാണ് അതിലും രസകരം. ഒരു ചട്നിപ്പൊടിയായിരുന്നു അതിനൊപ്പം നമുക്ക് തന്നത്, ഒപ്പം നല്ല കാപ്പിയും. അങ്ങനെ അതൊക്കെ കഴിച്ച് നാം എക്സിറ്റ് ഗേറ്റിലേക്ക് പതിയെ നടന്ന് നീങ്ങുമ്പോൾ അന്നത്തെ വിയറ്റ്നാമീസ് സോൾജേഴ്സിൻ്റെ 2-3 സ്റ്റാച്യുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയായി. യാത്രാ സംഘത്തിലെ സുന്ദരിമാരായ അംഗങ്ങൾ
ആ സ്റ്റാച്ചുവിനൊപ്പം നിന്ന് വളരെ സന്തോഷത്തോടെ ഫോട്ടോ എടുക്കുകയും അതിനുശേഷം അവിടെ നിന്നും എക്സിറ്റ് ഗേറ്റിലേക്ക് നടന്ന് തുരങ്കത്തിനുള്ളിലൂടെ കുറേയേറെ നടന്ന് മുന്നോട്ട് നീങ്ങി ഈ തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് വളരെയേറെ സന്തോഷത്തോടും സംതൃപ്തിയോടും ഒപ്പം അഭിമാനത്തോടും. കാരണം വിയറ്റ്നാം ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെയും വിയറ്റ്നാം ജനതയുടെ ആത്മസംഘർഷത്തിൻ്റെയും അതുപോലെ തന്നെ വിയറ്റ്നാം ജനതയുടെ സമർപ്പണത്തിൻ്റെയും ഒക്കെ വളരെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഈ കുച്ചി ടണൽ. കാരണം മനുഷ്യകരങ്ങൾക്ക് എങ്ങനെയാണ് തങ്ങളെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുക എന്നത് ഏറ്റവും സത്യസന്ധമായും ഏറ്റവും ഫലവത്തായും കാണിക്കുന്ന ഒരു സംരംഭം എന്ന് നമുക്ക് ഈ കുച്ചി ടണലിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം വെറും കൊട്ടയും കൊണ്ട് നിർമ്മിച്ച ടണൽ, അതും വിയറ്റ്നാമിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏതാണ്ട് 250 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു ടണൽ ശൃംഖല. ശത്രുക്കളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ പല തട്ടുകളിലായി പല നിലകളിലായി ഭൂമിക്കടിയിലേക്ക് പണിത രക്ഷാ കവചങ്ങളും രക്ഷാ തുരങ്കങ്ങളും അതിൻ്റെ എൻജിനീയറിങ്ങും അതിൻ്റെ ഡിസൈനും അതിൻ്റെ നിർമ്മിതിക്കായി അവർ ഉപയോഗിച്ചിരുന്ന അന്നത്തെ ലളിതമായ സാങ്കേതിക വിദ്യകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കഠിനമായ അധ്വാനവും ഒക്കെ നാം സ്മരിക്കുമ്പോൾ വിയറ്റ്നാം ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹവും അതിനുള്ള പ്രയത്നവും എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഒരു ജനത സ്വാതന്ത്ര്യം അറിയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നും നിലനിൽക്കുകയാണ് ഈ കുച്ചി ടണലുകൾ.